So welcome to next lecture, chapter 5 vector fields on surfaces and orientation. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഓപ്പൺ സെറ്റിൽ എങ്ങനെയാണ് ഒരു വെക്റ്റർ ഫീൽഡ് ഡിഫൈൻ ചെയ്യാൻ നമ്മൾ പറഞ്ഞു. അത് നമ്മൾ ഡിഫൈൻ ചെയ്ത് ഇങ്ങനെയാണ്: എ വെക്റ്റർ ഫീൽഡ് ഇസ് എ ഫംഗ്ഷൻ വിച്ച് അസൈൻസ് ടു ഈച്ച് ആൻഡ് എവറി പോയിന്റ് ഓൺ ദ സെറ്റ് എ വെക്റ്റർ. അപ്പോൾ ഒരു സെറ്റ് കിട്ടിയാൽ ആ സെറ്റിൽ നമ്മളിങ്ങനെ വെക്റ്റർ ഫീൽഡ് പറഞ്ഞാൽ ഓരോ പോയിന്റിലും ഒരു വെക്റ്റർ അസൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് വെക്റ്റർ ഫീൽഡ്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് എന്താ, ഒരു സർഫസിൽ എങ്ങനെയാണ് വെക്റ്റർ ഫീൽഡ് ഡിഫൈൻ ചെയ്യുക നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എന്താ സർഫസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ. എന്താണ് എൻ സർഫസ് എന്ന് പറഞ്ഞാൽ അതൊരു ലെവൽ സെറ്റാണ്. എഫ് ഇൻവേഴ്സ് ഓഫ് സി ഫോമിലുള്ള ഒരു സെറ്റാണത്. അതിൻ്റെ പുറത്ത് ഏതൊരു പോയിന്റ് പി എടുത്താലും അടുത്ത ഡെൽ എഫ് എന്താവും, നോൺ സീറോ ആയിരിക്കും. തുടങ്ങിയ എല്ലാ കാര്യങ്ങളും മുന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ കണ്ടതാണ്. സോ വിൽ ഗോ ടു ദ ഡെഫിനിഷൻ. എ വെക്റ്റർ ഫീൽഡ് എക്സ് ഓൺ എൻ എൻ സർഫസ് എസ് is a subset of Rn plus 1. A vector field X on an n surface S, which is a subset of Rn plus 1, is a function which assigns to each point P belong to S a vector X of P at P. അപ്പോൾ നേരത്തെ പറഞ്ഞ അതേ ഡെഫിനിഷൻ തന്നെയാണ്. ഒരു എൻ സർഫസ് എസ് കൺസിഡർ ചെയ്യുക, ആർ എൻ പ്ലസ് വണ്ണിൻ്റെ സബ്സെറ്റായ ഒരു എൻ സർഫസ് കൺസിഡർ ചെയ്യുക. അതിലെ വെക്റ്റർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ വിച്ച് അസൈൻസ് ടു ഈച്ച് പോയിന്റ് എ വെക്റ്റർ അറ്റ് പി. ആ പോയിന്റ് പിയിൽ ഒരു വെക്റ്റർ അസൈൻ ചെയ്യുക. അങ്ങനെ ആ സർഫസിലെ എല്ലാ പോയിന്റിലും അസൈൻ ചെയ്യുമ്പോൾ അതിനെന്ത് വിളിക്കും, വെക്റ്റർ ഫീൽഡ് എന്ന് വിളിക്കും. ഓക്കെ, ഇഫ് എക്സ് ഓഫ് പി ഈസ് ടാൻജൻറ്റ് ടു എസ് എന്ന് പറഞ്ഞാൽ സർഫസ് എസ് ആണ്, എസ്സിന് ഒരു ടാൻജൻറ്റ് വെക്റ്റർ ഫീൽഡാണ് എക്സ് ഓഫ് പി എങ്കിൽ then x is called a tangent vector field on S. എന്താണ് ടാൻജൻറ്റ് വെക്റ്റർ ഫീൽഡ് ഓൺ എസ് എന്ന് പറഞ്ഞാൽ? എസ് എന്നുള്ള പറഞ്ഞ എൻ സർഫസിൽ ഏതൊരു പോയിന്റ് പി എടുത്താലും അവിടെ കിട്ടുന്ന വെക്റ്റർ ഏത് വെക്റ്റർ, ഒരു ടാൻജൻറ്റ് വെക്റ്റർ ആണ് നമ്മുടെ ഈ എക്സ് ഓഫ് പി എസ് അവിടെ നമുക്ക് തരുന്നതെങ്കിൽ ഈ വെക്റ്റർ ഫീൽഡ് നമുക്ക് തരുന്ന എസ് എന്ന് പറഞ്ഞ എൻ സർഫസിൽ ഓരോ പോയിന്റിലും നമ്മൾ അസൈൻ ചെയ്യുന്ന വെക്റ്റർ ടാൻജൻറ്റ് വെക്റ്റേഴ്സ് ആണെങ്കിൽ നമ്മളത് എന്ത് വിളിക്കും, ടാൻജൻറ്റ് വെക്റ്റർ ഫീൽഡ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി എക്സ് ഓഫ് പി നമുക്ക് ഓരോ പോയിന്റിലും തരുന്നത് എസ് പി പെർപ്പിൽ ഒരു വെക്റ്റർ ആണെങ്കിൽ, അതായത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള വെക്റ്റർ ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും, ഒരു ഓർത്തോഗണൽ വെക്റ്റർ ഫീൽഡ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ നോർമൽ വെക്റ്റർ ഫീൽഡ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഓരോ ആ സർഫസിൽ തരുന്ന വെക്റ്റർ എല്ലാം ടാൻജൻറ്റ് വെക്റ്റേഴ്സ് ആണെങ്കിൽ ടാൻജൻറ്റ് വെക്റ്റർ ഫീൽഡ് എന്ന് വിളിക്കും. അല്ല, എല്ലാം ഓർത്തോഗണലാണെങ്കിൽ നമ്മളത് നോർമൽ വെക്റ്റർ ഫീൽഡ് എന്ന് വിളിക്കും. രണ്ടിൻ്റെയും ഒരു പിക്ചേഴ്സ് അവിടെ കാണിച്ചിരിക്കുന്നു. ഓക്കെ, നൗ വിൽ മൂവ് ടു ദ ഡെഫിനിഷൻ. കുറച്ചുകൂടെ ഡീപ്പായിട്ട് ഡെഫിനിഷൻ നമുക്ക് നോക്കാം. എ ഫംഗ്ഷൻ ജി ഫ്രം എസ് ടു ആർ കെ. എസ് എന്ന് പറഞ്ഞാൽ എൻ സർഫസ് ആണ്, ആർ കെ എന്ന് പറഞ്ഞാൽ ഒരു കെ ടപ്പിൾ, കെ ഡയമെൻഷനിൽ നമ്മുടെ യൂക്ലിഡിയൻ സ്പേസ്, അത്രയേ ഉള്ളൂ. എസ് ടു ആർ കെ വെർ എസ് ഇസ് എൻ എൻ സർഫസ് ഇൻ ആർ എൻ പ്ലസ് വൺ ഇസ് സ്മൂത്ത് ഇഫ് ഇറ്റ് ഈസ് ദ റെസ്ട്രിക്ഷൻ ടു എസ് ഓഫ് എ സ്മൂത്ത് ഫംഗ്ഷൻ ജി ടിൽട്ട ഫ്രം വി ടു ആർ കെ ഡിഫൈൻഡ് ഓൺ സം ഓപ്പൺ സെറ്റ് വി ഇൻ ആർ എൻ പ്ലസ് വൺ. സോ എപ്പോഴാണ് നമുക്ക് ഒരു ഫംഗ്ഷൻ ഒരു ഓപ്പൺ സെറ്റിലുള്ള ആർ എൻ പ്ലസ് സബ് സെറ്റിലുള്ള ഒരു ഓപ്പൺ സെറ്റിലുള്ള ഫംഗ്ഷൻ എപ്പോഴാണ് നമുക്ക് സ്മൂത്ത് എന്ന് പറയാൻ നമുക്ക് നന്നായിട്ട് അറിയാം. എപ്പോഴാണ് അത് ചെയ്യേണ്ടാവുക, ആ ഫംഗ്ഷൻ്റെ ഓരോ കോർഡിനേറ്റും അല്ലേ, അത് ആ ഫംഗ്ഷൻ്റെ കോർഡിനേറ്റ് വൈസ് എല്ലാ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യണം. പിന്നെ നമുക്ക് എന്താ വേണ്ടേ, കണ്ടിന്യൂസ് ആവണം, തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അവിടെ നമുക്ക് അറിയാം അല്ലേ. എല്ലാ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് ഓൾ ഓർഡേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം, എല്ലാം കണ്ടിന്യൂസ് ആവണം. പക്ഷേ ഇവിടുത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്ന ഫംഗ്ഷൻ്റെ ഡൊമെയിൻ ഒരു സർഫസാണ്, എൻ സർഫസാണ്. സോ എപ്പോഴാണ് എൻ സർഫസിൽ നിന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ളൊരു ഫംഗ്ഷൻ സ്മൂത്ത് ഫംഗ്ഷൻ എന്ന് പറയുക, അതാണ് ഇവിടുത്തെ പ്രശ്നം, ഇവിടുത്തെ നമ്മുടെ ആവശ്യം. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ, നമ്മുടെ എൻ സർഫസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് എടുക്കുക, എസ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു വി എടുക്കുക, എന്നിട്ട് ആ വിയിൽ ഒരു സ്മൂത്ത് ഫംഗ്ഷൻ ആർ കെയിലേക്ക് ഡിഫൈൻ ചെയ്യുക, നമ്മൾ സാധാരണ ഡിഫൈൻ ചെയ്യുന്ന പോലെ. എന്നിട്ട് ആ ഫംഗ്ഷനെ എസ്സിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുക. നമുക്ക് ഡൊമൈൻ റെസ്ട്രിക്ഷൻ നമുക്കറിയാമല്ലോ. സോ എസ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റിൽ നിന്ന് ഒരു ഫംഗ്ഷൻ ജി ആർ കെയിലേക്ക് ഉണ്ട്, അത് സ്മൂത്താണെന്ന് പറയണമെങ്കിൽ നമുക്ക് എന്താ പറയുന്നത്, എസ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് വി ഉണ്ടെന്നും ആ വിയിൽ നിന്ന് ആർ കെയിലേക്ക് ഒരു സ്മൂത്ത് ഫംഗ്ഷൻ ജി ടിൽട്ട ഉണ്ടെന്നും ഈ ജി ടിൽട്ട എസ്സിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോഴാണ് അത് ജി ആവുന്നതെന്നും എന്നാണ് നമ്മളവിടെ അർത്ഥാക്കണം. ഓക്കെ, സോ ഇഫ് ജി ഈസ് ദ റെസ്ട്രിക്ഷൻ ഓഫ് ജി ടിൽട്ട where g tilde is a smooth function defined from v to rk, where v is an open set containing s, then we say that g from s to rk is a smooth function. I hope it is clear. Now a vector field x on s is smooth
if it is a restriction to S of a smooth vector field defined on some open set containing S. Okay, നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഡെഫിനിഷൻ. വിൽ മൂവ് ടു ദ തിയറം. ഫസ്റ്റ് തിയറം, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ തിയറം നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ ഇതുപോലത്തെ തിയറം പഠിച്ചിട്ടുണ്ട്. ഒരു എക്സിസ്റ്റൻസ് ആൻഡ് യുണീക്നെസ് ഓഫ് സൊല്യൂഷനൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു തിയറമാണ്. പക്ഷേ ഇവിടെ വ്യത്യാസം ഇത് സർഫസിലാണ് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് നോക്കാം. സോ ലെറ്റ് us be an n surface in Rn+1, then x be a smooth ടാൻജൻറ്റ് വെക്റ്റർ ഫീൽഡ് ഓൺ എസ്. എക്സ് ഒരു സ്മൂത്ത് ടാൻജൻറ്റ് വെക്റ്റർ ഫീൽഡാണ്. സോ എക്സ് സ്മൂത്ത് ഫംഗ്ഷനാണ്, ടാൻജൻറ്റ് വെക്റ്റർ ഫീൽഡാണ് നമുക്ക് എസ്സിൽ തരുന്നത്. എസ്സിലുള്ള ഓരോ പോയിന്റിലും വെക്റ്റർ എന്താണ് ടാൻജൻറ്റ് വെക്റ്ററാണ് കിടക്കുന്നത്. ഓക്കെ, നൗ ലെറ്റ് പി ബിലോങ് ടു എസ്. നൗ ഓൺ ദി എൻ സർഫസ് എസ് വി ചോസ് എ പോയിന്റ് പി. ഒരു പി നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദെൻ ദർ എക്സിസ്റ്റ് എൻ ഓപ്പൺ ഇൻ്റർവൽ ഐ കണ്ടെയ്നിങ് 0 ആൻഡ് എ പാരാമീറ്ററൈസ്ഡ് കർവ് ആൽഫ ഫ്രം ഐ ടു എസ് such that alpha of 0 equal to p, alpha dot of t is equal to x of alpha of t for every t belong to y, and the third condition, if beta from I tilde to s is any other parameterized curve in s satisfying 1 and 3, then I tilde is contained in I and beta of t is equal to alpha of t for every t belong to I tilde. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് പ്രൂഫ് നോക്കൂ. സിൻസ് എക്സ് സ്മൂത്ത്, എക്സ് ഒരു സ്മൂത്ത് വെക്റ്റർ ഫീൽഡ് നമുക്ക് തന്നിട്ടുണ്ട്. So what does it mean? X is a vector field defined on S. S എന്ന് പറഞ്ഞാൽ നോർമൽ എൻ സർഫസിലാണ് നമ്മൾ ഈ വെക്റ്റർ ഫീൽഡ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ എക്സ് സ്മൂത്ത് ആയതുകൊണ്ട് നമുക്ക് ബൈ ദ ഡെഫിനിഷൻ ഓഫ് എ വെക്റ്റർ ഫീൽഡ് ബൈ ദ ഡെഫിനിഷൻ ഓഫ് എ സ്മൂത്ത് ഫംഗ്ഷൻ, വാട്ട് ഡസ് ഇറ്റ് മീൻ? ദർ എക്സിസ്റ്റ് എൻ ഓപ്പൺ സെറ്റ് V containing S and a smooth vector field x tilde on V such that x tilde of Q is equal to x of Q for every Q belong to S. ഇപ്പോൾ വെക്റ്റർ ഫീൽഡ് എക്സ് ഒരു സ്മൂത്ത് ഫംഗ്ഷനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എവിടെ ഡിഫൈൻ ചെയ്ത വെക്റ്റർ ഫീൽഡാണ്? എസ് എന്ന് പറഞ്ഞ എൻ സർഫസിൽ ഡിഫൈൻ ചെയ്ത വെക്റ്റർ ഫീൽഡാണ്. സോ ബൈ ദ ഡെഫിനിഷൻ, സ്മൂത്ത് ഫംഗ്ഷൻ ഡെഫിനിഷൻ അനുസരിച്ച് എസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് ഉണ്ടെന്നും ആ ഓപ്പൺ സെറ്റിൽ എക്സ് ടിൽട്ട എന്ന് പറഞ്ഞ ഒരു സ്മൂത്ത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെന്നും ആ എക്സ് ടിൽട്ടേനെ എസ്സിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോഴാണ് അത് എക്സ് ആയിട്ടുള്ളത് എന്നും നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ. Oh yes, okay. Now let f from u to r, f be a function from u to r, and c be a real number such that s is equal to f inverse of c and del f of q is not equal to 0 for every q belong to s. ഇത് എസ് ഒരു എൻ സർഫസ് ആണ്. എൻ സർഫസിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് ഈ കണ്ടീഷനൊക്കെ അവിടെ ഉണ്ടായിരിക്കണം. എങ്ങനെ? എസ് ഒരു എഫ് ഇൻവേഴ്സ് ഓഫ് സി ആയിരിക്കണം. ഒരു ലെവൽ സെറ്റ് എഫ് ഇൻവേഴ്സ് ഓഫ് സി ഫോമിലുള്ള ലെവൽ സെറ്റ് ആയിരിക്കണം. അപ്പോൾ ആ എഫ് എന്തായിരിക്കണം? ആ എഫ് യു എന്ന് ആറിലേക്കുള്ള ഫംഗ്ഷൻ ആയിരിക്കണം. സി ആറിലൊരു മെമ്പർ ആയിരിക്കണം. ഡെൽ എഫ് ഓഫ് ക്യൂ ഷുഡ് നോട്ട് ബി ഈക്വൽ ടു 0 ഫോർ എനി ക്യൂ ബിലോങ് ടു എസ്. അപ്പോൾ എൻ സർഫസിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് ഒരു യു എന്ന് പറഞ്ഞ ഓപ്പൺ സെറ്റ് അവിടെ നമുക്കുണ്ട്. നേരത്തെ നമ്മുടെ എക്സ് സ്മൂത്ത് ആയത് കാരണം അവിടെ എസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് വി യു ഉണ്ട്. ഇവിടെ എഫ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം യു ടു ആർ. ആ ആറിലെ ഒരു എലിമെൻറ്റ് സി എടുത്താൽ ആ സിയുടെ ഇൻവേഴ്സ് ഇമേജ് ആണ് എസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എസ് എവിടെ ഉണ്ട്? എസ് യുവിൻ്റെ അകത്ത് നമ്മുടെ ആര് കിടപ്പുണ്ട്? എസ് കിടപ്പുണ്ട്. മാത്രമല്ല ഡെൽ എഫ് ഓഫ് ക്യൂ ഇസ് നോട്ട് ഈക്വൽ ടു 0 ഫോർ എവരി ക്യൂ ബിലോങ് ടു എസ്. ഇത്രയും കണ്ടീഷൻ നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ നൗ യു കൺസിഡർ എ ന്യൂ ഓപ്പൺ സെറ്റ്. വിയും യുവും എന്താണ്? ഓപ്പൺ സെറ്റ്സ് ആണ്. അപ്പോൾ അത് ഇൻ്റർസെക്ഷൻ എന്തായിരിക്കും? ഓപ്പൺ സെറ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ നോക്കൂ, W is equal to set of all Q belong to U intersection V such that del f of Q not equal to 0. ഇങ്ങനെയൊരു ഓപ്പൺ സെറ്റ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്? യു ഇൻ്റർസെക്ഷൻ വി എടുക്കുക. രണ്ടിൻ്റെ അകത്തുനിന്ന് എങ്ങനത്തെ പോയിൻറ്റ്സ് നമ്മൾ ചൂസ് ചെയ്യുന്നത്? വി ചൂസ് ദോസ് പോയിൻറ്റ്സ് ഫ്രം യു ഇൻ്റർസെക്ഷൻ വി വേർ ദ ഡെൽ എഫ് ഓഫ് ക്യു ഇസ് നോട്ട് ഈക്വൽ ടു 0. ഡെൽ എഫ് ഓഫ് ക്യു 0 ആവാത്ത പോയിൻറ്റുകൾ യുയിലും വിയിലും രണ്ടിലും ഉണ്ടെങ്കിൽ ആ പോയിൻ്റ് അവിടെ നമ്മൾ എങ്ങോട്ട് എടുക്കും? ഡബ്ല്യൂയിലേക്ക് ചൂസ് ചെയ്യും. ഓക്കെ, ദെൻ ഡബ്ല്യു ഇസ് എൻ ഓപ്പൺ സെറ്റ് കണ്ടെയ്നിങ് എസ്. ഉറപ്പായിട്ട് എസിനെ കണ്ടെയ്ൻ ചെയ്യും. കാരണം എന്താ? എസ് യുയിലുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ എസ് വിയിലും ഉണ്ട്. മാത്രമല്ല ഫോർ എനി പോയിൻറ്റ് ഓൺ ക്യൂ ഓൺ എസ് ഡെൽ എഫ് ഓഫ് ക്യൂ എന്താണ്? നോൺ സീറോ ആണ്. ഈ 3 കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ആ ഓപ്പൺ സെറ്റിൻ്റെ അകത്ത് ആരുണ്ട്? എസ് ഉണ്ട്. എസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റാണ് ആര്? ഡബ്ല്യു. മാത്രമല്ല എഫ് യുവിൽ ഡിഫൈൻഡ് ആണ്. യു ഇൻ്റർസെക്ഷൻ വി എന്ന് പറഞ്ഞാൽ യുവിൻ്റെ സബ്സെറ്റാണ്, അത് വിയുടെയും സബ്സെറ്റാണ്. സോ യുവിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള എഫും വിയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള എക്സ് ടിൽട്ടയും രണ്ടും എവിടെയും ഡിഫൈൻഡ് ആണ്? ഡബ്ല്യുവിലും ഡിഫൈൻഡ് ആണ്. ഇനി നമ്മളൊരു പുതിയ വെക്റ്റർ ഫീൽഡ് ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്, വൈ എന്ന് പറഞ്ഞ ഒരു വെക്റ്റർ ഫീൽഡ്. സോ ലെറ്റ് വൈ ബി എ വെക്റ്റർ ഫീൽഡ്. എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യണമെന്ന് നോക്കൂ. വൈ ഓഫ് ക്യൂ ഇസ് ഈക്വൽ ടു x tilde of q minus x tilde of q dot del f of q divided by norm of
del f of q whole square into del f of q. ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. നമുക്ക് W എന്ന് പറഞ്ഞ ആ സ്പേസിൽ ഞാൻ പറഞ്ഞല്ലോ, അത് എക്സ് ടിൽറ്റ് നമുക്ക് അവിടെ ഡിഫൈൻഡ് ആണ് എന്ന് പറഞ്ഞാൽ W എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് ഓരോ പോയിന്റിലും എക്സ് ടിൽറ്റ് എന്ത് തരും, നമുക്ക് ഓരോ വെക്ടറുകൾ തന്നുകൊണ്ടിരിക്കും. കാരണം എക്സ് ടിൽറ്റ് ഒരു വെക്ടർ ഫീൽഡ് ആയതുകൊണ്ട്. എന്നാൽ ഈ ഡബ്ല്യുവിൻ്റെ അകത്ത് എസ് ഉണ്ട്. എസിൻ്റെ അകത്തുള്ള വെക്ടർ എന്ത് വെക്ടറാണ്? അത് ടാൻജൻറ്റ് വെക്ടർ ഫീൽഡാണ്, നമുക്ക് അറിയാം. കാരണം എക്സ് ടിൽറ്റ ഓഫ് ക്യൂ ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ക്യൂ ഫോർ എവറി ക്യൂ ബിലോങ് ടു എസ് നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട് അല്ലേ? ഇത് കണ്ടോ? ഫ്രം ഹിയർ ഇറ്റ് ഇസ് ക്ലിയർ ദാറ്റ് ഓൺ എസ് വി ഹാവ് എ ടാൻജൻറ്റ് വെക്ടർ ഫീൽഡ്. പക്ഷേ അല്ലാത്ത പോയിന്റിലൊക്കെ നമുക്ക് എന്താണ്, ഓരോ വെക്ടേഴ്സാണ് നമുക്കവിടെ തരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വൈ എന്ന് പറഞ്ഞ ഈ വെക്ടർ ഫീൽഡ് തരുന്ന വെക്ടേഴ്സിൻ്റെ പ്രത്യേകത എന്താ? നമുക്ക് എക്സ് തരുന്ന വെക്ടർ തന്നെയാണ് തരുന്നത്, പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്. എക്സ് എന്ന് പറഞ്ഞ ആ വെക്ടർ ഫീൽഡ് ഒരു പോയിന്റിൽ ഒരു വെക്ടർ അസൈൻ ചെയ്യും. ആ വെക്ടറിന് n+1 ഡയമെൻഷൻ സ്പേസിലാണ് കാര്യം നടക്കുന്നത്. സോ ആ വെക്ടറിന് n+1 കമ്പോണൻസ് ഉണ്ടാവും. അതിൽ del എഫിൻ്റെ കമ്പോണൻറ്റ് ഇവൻ എടുത്ത് കളയുന്നുണ്ട്. സോ നമുക്ക് എന്തുണ്ട്, del എഫിൻ്റെ ഡയറക്ഷനിലുള്ള കമ്പോണൻ്റ് എടുത്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ള n കമ്പോണൻസിൻ്റെ സമ്മാണ് നമുക്ക് അവിടെ ഉള്ളൂ. സോ എന്താണ് എക്സ് ടിൽറ്റയും വൈയും തമ്മിലുള്ള വ്യത്യാസം? വൈ ഈസ് എ വെക്ടർ ഫീൽഡ്, എക്സ് ടിൽറ്റ ഈസ് ഓൾസോ വെക്ടർ ഫീൽഡ്. എന്താ വ്യത്യാസം? എക്സ് ടിൽറ്റ ഒരു പോയിന്റിൽ നമുക്കൊരു വെക്ടർ തരുന്നു, വൈ എന്ത് തരുന്നു? വൈയും ഒരു പോയിന്റ് വെക്ടർ തരുന്നുണ്ട്, പക്ഷേ എക്സ് ടിൽറ്റ തരുന്ന വെക്ടറിൽ നിന്ന് ആ പോയിന്റിലുള്ള del എഫിൻ്റെ കമ്പോണൻ്റ് എടുത്ത് കളയുവാണ്. അപ്പോൾ ഒരു കമ്പോണൻ്റ് കളഞ്ഞ വെക്ടറിൽ വ്യത്യാസം വരും, ഉറപ്പായിട്ടും വരും. കാരണം ഞാൻ ചെറിയൊരു 2 ഡയമെൻഷണൽ കേസ് പറയാം. നമുക്ക് ഇവിടെ 2 വെക്ടർ ഉണ്ട്. അപ്പോൾ ഒരു വെക്ടർ ഉണ്ട് വിചാരിക്കും, ഇത് നമ്മുടെ വൈ ആക്സിസും ഇത് എക്സ് ആക്സിസും ആണെങ്കിൽ ഈ കാണുന്ന വെക്ടറിൻ്റെ ഒരു എക്സ് കമ്പോണൻറ്റും ഉണ്ടാവും, ഇതിനൊരു വൈ കമ്പോണൻറ്റും ഉണ്ടാവും. ഈ രണ്ടെണ്ണത്തിൻ്റെയും സമ്മാണ് നമ്മുടെ ഈ കറസ്പോണ്ടിങ് വെക്ടർ. ഇതിൽ നിന്ന് ഒരു കമ്പോണൻറ്റ് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു വൈ കമ്പൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വെക്ടർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എക്സ് കമ്പൗണ്ട് കളഞ്ഞാൽ പിന്നെ ഈ വെക്ടർ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം മാത്രമേ ഉള്ളൂ. വെക്ടർ മാറണമുണ്ടോ? ഇതുപോലൊരു പ്രക്രിയയാണ് അവിടെ നടക്കുന്നത്. അവിടെ ഒരു കമ്പോണൻറ്റ് നമ്മൾ എന്ത് ചെയ്യും, എടുത്ത് കളയുന്നുണ്ട് എക്സ് ടിൽറ്റ തരുന്ന വെക്ടറിൽ നിന്ന്. അങ്ങനെ കിട്ടുന്ന ഓരോ പോയിന്റിലും അങ്ങനെ എടുക്കുന്ന വെക്ടേഴ്സ് കൂട്ടി നമുക്ക് എന്ത് കിട്ടും, പുതിയ വെക്ടർ ഫീൽഡ് നമുക്ക് വൈ കിട്ടുന്നുണ്ട്. ഇനി എസ്സിൽ നിന്നൊരു ക്യൂ എടുത്തു കഴിഞ്ഞാൽ ഈ വെക്ടർ ഫീൽഡ് അനുസരിച്ച് ഇതിപ്പോൾ എസ് ഡബ്ല്യുവിൻ്റെ അകത്ത് കിടക്കുന്ന സാധനമാണല്ലോ. സോ എസ്സിൽ നിന്നൊരു ക്യൂ എടുത്തു കഴിഞ്ഞാൽ അവിടെ എക്സ് ടിൽറ്റയും എക്സ് ക്യൂ എന്താണ്, സെയിം ആകും. കാരണം എന്താ, എക്സ് എസ്സിലുള്ള വെക്ടർ ഫീൽഡാണ്. സോ അതിനർത്ഥം എക്സ് ടിൽറ്റ പഴയ കഥ വീണ്ടും ഞാൻ ആവർത്തിക്കണില്ല. എസ്സിൽ നിന്നൊരു ക്യൂ എടുത്തു കഴിഞ്ഞാൽ അവിടെ എക്സ് ടിൽറ്റയും എക്സും സെയിം ആണെന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ടാൻജൻറ്റ് വെക്ടർ ആയതുകൊണ്ട് ഒരു പോയിന്റ് ക്യൂ എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റിലെ del എഫ് ഓഫ് ക്യൂവും എക്സ് ടിൽറ്റ് ഓഫ് ക്യൂവും ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ 0 കിട്ടും. ദിസ് ഈസ് വെരി ക്ലിയർ. കാരണം എന്താ, വി ആർ ഗെറ്റിംഗ് എ ടാൻജൻറ്റ് വെക്ടർ ഫീൽഡ്. അപ്പോൾ നമ്മൾ del എഫ് ഓഫ് ക്യൂ ഇസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ടാൻജൻറ്റ് വെക്ടർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് വെക്ടർ വി belong to the tangent space. Okay, and we know that del f is always perpendicular to the tangent space. ടാൻജൻറ്റ് സ്പേസിൽ ഏത് വെക്ടർ എടുത്താലും അതിന് del f എന്നാണ് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് ടിൽറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ വെക്ടർ ഫീൽഡ് പോയിന്റ് ക്യൂവിൽ തരുന്ന വെക്ടർ എന്ത് വെക്ടറാണ്? ടാൻജൻറ്റ് വെക്ടറാണ്. ടാൻജൻറ്റ് വെക്ടർ ആയതുകൊണ്ട് ടാൻജൻറ്റ് വെക്ടർ എസ് പിയിലെ മെമ്പറാണ്. പക്ഷേ എസ് പിയും del എഫും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയത് കാരണം ഡോട്ട് പ്രോഡക്റ്റ് എടുത്ത് നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. ഓക്കെ, therefore വൈ ക്യൂ എന്ന് പറയുന്നതും എക്സ് ക്യൂ എന്ന് പറഞ്ഞാൽ സെയിമാണ്. കാരണം എന്താ, ടാൻജൻറ്റ് വെക്ടർ ആകുമ്പോൾ അതിന് എന്ത് കമ്പോണൻറ്റ് ആക്ച്വലി ഇല്ല, അതിന് ആക്ച്വലി del എഫിൻ്റെ ഡയറക്ഷനിലുള്ള കമ്പോണൻറ്റ് ഇല്ല. അപ്പോൾ ഈ എസ് എന്ന് പറഞ്ഞ എൻ സർഫസിൽ ഒരു പോയിൻ്റ് എടുത്താൽ അവിടെ എക്സ് ടിൽറ്റ തരുന്ന വെക്ടർ ഫീൽഡ് അത് എക്സ് തന്നെയാണ് നമുക്കറിയാം. അതിൽ നിന്ന് del എഫിൻ്റെ കമ്പൗണ്ട് കളയാമെന്ന് പറഞ്ഞാൽ അവിടെ കളയാൻ ആ കമ്പോണൻ്റ് ഇല്ല. കാരണം ഓൾറെഡി അതെന്താണ്, ടാൻജൻറ്റ് വെക്ടർ ഫീൽഡാണ്. അതുകൊണ്ട് അവിടെ വൈ എന്ന് പറഞ്ഞ വെക്ടർ ഫീൽഡും എക്സ് എന്ന വെക്ടർ ഫീൽഡും സെയിം ആണ്. ഓക്കെ, ഇത്രയും കാര്യം നമുക്കവിടെ മനസ്സിലാക്കി വയ്ക്കാം. നൗ ലെറ്റ് ആൽഫ ബി എ ഫംഗ്ഷൻ ഫ്രം ഐ ടു ഡബ്ല്യു. ഈ ഡബ്ല്യുവിലേക്ക് ഒരു ഫംഗ്ഷൻ ആൽഫ ഉണ്ട് വിചാരിക്കുക. നൗ ലെറ്റ് ഇറ്റ് ബി ദ മാക്സിമൽ ഇൻ്റഗ്രൽ കർവ് ഓഫ് വൈ ത്രൂ പി. ദെൻ ആൽഫ സാറ്റിസ്ഫൈസ് 3 കണ്ടീഷൻസ്. അപ്പോൾ നമ്മൾ മുന്നേ കഴിഞ്ഞ നമ്മുടെ ഈ ഡബ്ല്യു ഓപ്പൺ സെറ്റ് ആണല്ലോ, ഓപ്പൺ സെറ്റിലേക്കാണ് ഇപ്പോൾ നമ്മുടെ ആൽഫ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇനി അങ്ങനെയുള്ള ആൽഫ അവിടെ എക്സിസ്റ്റ് ചെയ്യുമെന്നുള്ളതിന് പ്രൂഫാണ് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള
അവിടെ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ ഓപ്പൺ സെറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്കിത് വെക്റ്റർ ഫീൽഡ്, ഇത് y എന്ന വെക്റ്റർ ഫീൽഡിലേക്കാണ് പോകുന്നത്. വെക്റ്റർ ഫീൽഡ് ആകുമ്പോൾ ആൽഫ ഡോട്ട് ഓഫ് ടി നമ്മുടെ എന്താണ് എക്സ് ഓഫ് ആൽഫ ഓഫ് ടി ഒക്കെ സെയിം ആയിരിക്കും എന്ന് പറയണം. അത് നമുക്കൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് തരും. ആ എന്താണ് ആ n+1 ഇക്വേഷൻസ് n+1 വേരിയബിൾസ് ആണെങ്കിൽ അവിടെ ഒരു യൂണിക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. അതിന് കറസ്പോണ്ടിങ് ഒരു ആൽഫ ഫ്രം ഐ കണ്ടെയ്നിങ് 0 ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ, അത് അവിടെ നമ്മൾ എഴുതി വയ്ക്കണം. ആ തീരം അനുസരിച്ചാണ് നമ്മളിപ്പോൾ ആ 3 കണ്ടീഷനുകൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കാണിക്കേണ്ടത് ഈ ആൽഫ എസ്സിലാണ് കിടക്കുന്നത് എന്നുകൂടെ നമുക്ക് കാണിക്കണം. ഓക്കെ, ബിക്കോസ് ആൽഫ നമുക്ക് എസ്സിലുണ്ടെന്ന് കാണിക്കേണ്ടത്, അതാണ് നമുക്കിവിടെ ആവശ്യം. അപ്പോൾ ആൽഫ എസ്സിൽ നിന്ന് കാണിക്കുന്നത് ചെയ്യുന്നത് എന്താ, യു ടേക്ക് ദ ഡെറിവേറ്റീവ്. സോ ഡി ബൈ ഡി ടി എഫ് ഓഫ് ആൽഫ ഓഫ് ടി എന്താണ്, ഡി ബൈ ഡി ടി എഫ് ഓഫ് ആൽഫ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഡെൽ എഫ് ഓഫ് ആൽഫ ഓഫ് ടി ഡോട്ട് ആൽഫ ഡോട്ട് ഓഫ് ടി. ഇത് നമുക്ക് എങ്ങനെ കിട്ടുന്നത്, അത് ചെയിൻ റൂൾ. ആദ്യം എഫിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ആൽഫ ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു, പിന്നെ ആൽഫ ടി വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. സോ ബൈ ചെയിൻ റൂൾ വി ഹാവ് d by dt of f of alpha of t is equal to del f of alpha of t dot alpha dot of t. Now that is equal to del f of alpha of t dot y of alpha of t. എങ്ങനെയാണ് alpha dot of t is equal to y of alpha of t ആവണേ, ബിക്കോസ് എങ്ങനെ പറ്റുന്നത്, അതൊരു വെക്റ്റർ ഫീൽഡാണ്. വെക്റ്റർ ഫീൽഡ് ആണെങ്കിൽ അവിടെയുള്ള ഒരു കർവിൻ്റെ വെലോസിറ്റി വെക്ടറും അവിടെയുള്ള നമ്മുടെ എന്താ പറയുക ആ കർവിൻ്റെ അല്ല, അവിടെ നമുക്ക് വെക്റ്റർ ഫീൽഡ് വരുന്ന വെക്ടറും സെയിം തന്നെ ആയിരിക്കും. അത് രണ്ടും സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ആൽഫ ഡോട്ട് ഓഫ് ടിക്ക് അവിടെ നമുക്ക് വൈ ഓഫ് ആൽഫ ഓഫ് ടി നമുക്കവിടെ കൊടുക്കാൻ പറ്റും. കാരണം ആൽഫ ഇൻ്റഗ്രൽ കർവായിട്ട് കിടക്കുന്നത്, അതാണ് മെയിൻ റീസൺ. ഓക്കെ, അപ്പോൾ ഡെൽ എഫ് ഓഫ് ആൽഫ ഓഫ് ടി ഡോട്ട് വൈ ഓഫ് ആൽഫ ഓഫ് ടി. സോ വൈ എന്ന് പറഞ്ഞാൽ എന്താണത്, നമ്മൾ നേരത്തെ കണ്ടു. വൈ എന്ന് പറഞ്ഞാൽ എന്താണത്, എവിടെ എസ്സിലാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഡെൽ എഫ് ഓഫ് ആൽഫ ഓഫ് ടി എവിടെ കിടക്കണേ, ആൽഫ ഓഫ് ടി കിടക്കുന്നത് എസ്സിലാണ്, നമുക്ക് പ്രൂവ് ചെയ്യാണ് വേണ്ടത് അല്ലേ. ഓക്കെ, സോ ഡെൽ എഫ് ഓഫ് ആൽഫ ഓഫ് ടി ഡോട്ട് വൈ ഓഫ് ആൽഫ ഓഫ് ടി. ഓക്കെ, എന്ത് തന്നെയായാലും ഡെൽ എഫ് ഓഫ് ആൽഫ ഓഫ് ടിയും വൈ ഓഫ് ആൽഫ ഓഫ് ടി എന്തായാലും 0 ആണ്. കാരണം വൈ എന്ന് പറഞ്ഞ കമ്പോണൻറ്റ് നമ്മൾ എപ്പോഴും എന്ത് കളയുന്നുണ്ട്, ഡെൽ എഫിൻ്റെ കമ്പോണൻറ്റ് റിമൂവ് ചെയ്ത് കളയുന്നത് കൊണ്ട് ഈ ഡോട്ട് പ്രോഡക്റ്റ് എപ്പോഴും എന്ത് കിട്ടും, 0 കിട്ടും. നോ, ദാറ്റ് ഈസ് എഫ് ഓഫ് ആൽഫ ഓഫ് ടി ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ് ഫോർ എനി ടി. ദാറ്റ് മീൻസ് എഫ് ഓഫ് ആൽഫ ഓഫ് ടി എന്തായിരിക്കണം, ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കണം. സേ കെ എന്നൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കണം എന്ന് വിചാരിച്ചു. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ എഫ് ഓഫ് ആൽഫ ഏതൊരു കോൺസ്റ്റൻ്റ് ആണ്, ഏതെങ്കിലും ഒരു പോയിന്റിൽ ആ കോൺസ്റ്റൻ്റ് അത് കിട്ടി, ആ പോയിന്റ് തന്നെ ആയിരിക്കില്ലേ നമുക്ക് ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഒരു കോൺസ്റ്റൻ്റ് ആണ് കിട്ടി, പക്ഷേ ആ എഫ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഡൊമൈനിൽ 3 എന്നുള്ള പോയിന്റിൽ വാല്യൂ 2 ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ മൊത്തം 2 ആവണം. അതല്ലേ നമുക്ക് കോൺസ്റ്റൻ്റ് ഫംഗ്ഷൻ പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റിലെ വാല്യൂ അറിയാമെന്ന് നോക്കാം. സോ എന്താണ് എഫ് ഓഫ് ആൽഫ ഓഫ് 0, ഇവിടെയാണ് ചിന്തിക്കുന്നത് ഇപ്പോൾ. സോ എന്താണ് എഫ് ഓഫ് ആൽഫ ഓഫ് 0, എഫ് ഓഫ് ആൽഫ ഓഫ് 0 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് പി ആണ്. പക്ഷെ പി എന്നുള്ള പോയിന്റ് എവിടുത്തെ പോയിന്റാണ്, എസ്സിലെ പോയിന്റാണ്. എസ് എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് ഓഫ് സി ആണ് എന്ന് പറഞ്ഞാൽ അല്ലേ, പി ബിലോങ് ടു എസ് ആണ്. ബട്ട് എസ് ഇസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് സി ആണ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എസ് സി ആണ്. സോ എസ്സിലുള്ള ഏത് പോയിന്റ് എടുത്താലും അതിൻ്റെ ഇമേജ് എന്തായിരിക്കും, സി ആയിരിക്കും. സോ ആൽഫ ഓഫ് 0 എന്താ, പി ആണ്. സോ എഫ് ഓഫ് പി എന്താണ്, സി ആണ്. അതുകൊണ്ട് കോൺസ്റ്റൻറ്റ് കെ എന്താണ്, സി ആണ്. സോ എഫ് ഓഫ് ആൽഫ ഓഫ് ടി എന്താണ്, അതൊരു സി എന്ന് പറഞ്ഞ കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായി, എഫ് ഓഫ് ആൽഫ ഓഫ് ടി എന്ന് പറഞ്ഞാൽ നമുക്ക് സി ആണെന്ന് കിട്ടി അല്ലേ. എഫ് ഓഫ് ആൽഫ ഓഫ് ടി ഈക്വൽ ടു സി ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ദിസ് മീൻസ് വാട്ട്, ആൽഫ ഓഫ് ടി ബിലോങ്സ് ടു എഫ് ഇൻവേഴ്സ് ഓഫ് സി. ബട്ട് വാട്ട് ഇസ് എഫ് ഇൻവേഴ്സ് ഓഫ് സി, ദാറ്റ് ഇസ് എസ്. therefore ആൽഫ ഓഫ് ടി ബിലോങ് ടു എസ്. ഇങ്ങനെ നമ്മൾ ആൽഫ ഓഫ് ടി എസ്സിലുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് നോട്ട് നോക്കൂ. ദ യൂണീക്ക് പാരാമെട്രൈസ് കർവ് ആൽഫ സാറ്റിസ്ഫൈസ് ദ 3 കണ്ടീഷൻസ് ഇസ് ദ, ഇത് ആ ഒരു ഇൻ്റഗ്രൽ കർവ് നമ്മൾ വിളിക്കും മാക്സിമൽ ഇൻ്റഗ്രൽ കർവ് നമ്മൾ വിളിക്കുന്നു. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ഇനി എപ്പോഴാണ് ഒരു സബ്സെറ്റ് എസ്, Rn+ൻ്റെ സബ്സെറ്റ് എപ്പോഴാണ് കണക്റ്റഡ് ആവാമെന്നാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഒരു എസ് Rn+ൻ്റെ സബ്സെറ്റ് എസ് എടുക്കുക, ഇതാണ് Rn+1 വിചാരിക്കുക, സബ്സെറ്റ് എസ് വിചാരിക്കുക. അത് കണക്റ്റഡ് ആണെന്ന് പറഞ്ഞെങ്കിൽ അതിൽ നിന്ന് ഏത് 2 പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും ഈ 2 പോയിൻ്റ് ചെയ്യുന്ന ഒരു കർവ് എക്സിസ്റ്റ് ചെയ്യണം. സച്ച് ദാറ്റ് ഈ കർവ് എവിടെ കിടക്കണം, ആ എസ്സിൽ തന്നെ കിടക്കണം. ഈ സബ്സെറ്റ് എസ് കണക്റ്റഡ് ആണെന്ന് പറയണമെങ്കിൽ ആ സബ്സെറ്റ് എസ്സിൽ നിന്ന് ഏതൊക്കെ 2 പോയിന്റുകൾ നിങ്ങൾ എപ്പോഴൊക്കെ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ആ 2 പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു കർവ് ഉണ്ടായിരിക്കണം. ആ കർവ് എവിടെ കിടക്കണം, കംപ്ലീറ്റ്ലി ആ എസ്സിൽ തന്നെ കിടക്കണം. ഈ കർവ് ഉണ്ടായിരിക്കണം എന്നുള്ളതിന് പകരം നമ്മൾ എന്ത് പറയണു, ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആൽഫ ഉണ്ടായിരിക്കണം ഫ്രം ആൻ ഇൻ്റർവൽ എ ബി, സച്ച് ദാറ്റ് ആൽഫ ഓഫ് എ ആണ് ഒന്നാമത്തെ പോയിന്റ് പി, ആൽഫ ഓഫ് ബി ആണ് രണ്ടാമത്തെ പോയിന്റ് ക്യൂ എന്ന് പറയും.
ഒരു കർവ് വഴി കണക്ട് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ മാത്തമാറ്റിക്കായിട്ട് പറയുമ്പോൾ എന്ത് പറയും, വി ഷുഡ് ഹാവ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഫ്രം ഇൻ്റർവൽ എ ബി ടു എസ് സച്ച് ദാറ്റ് ആൽഫ ഓഫ് എ ഈസ് ഈക്വൽ ടു പി, ആൽഫ ഓഫ് ബി ഈക്വൽ ടു ക്യൂ. ഈ ഒരു ലൈൻ ഇൻ്റർവെൽ നമുക്ക് വലിച്ചു നീട്ടാൻ അല്ലെങ്കിൽ നമുക്ക് തിരിച്ച് വളയ്ക്കാനൊക്കെ പറ്റുമെങ്കിൽ ഈ ഒരു ഇൻ്റർവെല്ലിനെ ഈ ഒരു ഇങ്ങനെ കാണുന്ന ഇൻ്റർവെല്ലിനെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഒന്ന് വലിച്ചു നീട്ടി വളച്ച് വെച്ചാൽ ഈ വീക്കുന്ന സാധനമായി. ഓക്കെ, അങ്ങനെ ചിന്തിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ പ്രശ്നത്തിലേ ഉള്ളൂ, ഈ കർവ് മൊത്തം അവിടെ കിടക്കണം, എസ്സിൽ കിടക്കണം. ഏത് 2 പോയിൻ്റ് എടുത്താലും അതിനെ ജോയിൻ ചെയ്യാൻ പറ്റണം, കണക്ട് ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റ് ഇവിടെ കിടക്കണം. ആ സബ്സെറ്റിൽ കിടക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, സബ്സെറ്റ് നമ്മൾ കണക്റ്റർ ആണെന്ന് പറയും. ഓക്കെ, അതാണ് എൻ്റെ ഡെഫിനേഷൻ. ഓക്കെ, ഇനി സോ ഒന്നുകൂടെ പറയുന്നത്, ദസ് എസ് ഇസ് കണക്റ്റഡ് ഇഫ് ഈച്ച് പെയർ ഓഫ് പോയിൻറ്റ്സ് ഇൻ എസ് ക്യാൻ ബി ജോയിൻ ബൈ എ കണ്ടിന്യൂസ് കർവ് വിച്ച് ലൈസ് കംപ്ലീറ്റ്ലി ഇൻ എസ്. അത്രയാണ്. ഓക്കെ, ഇനി ഒരു എൻ സ്ഫിയർ കണക്റ്റഡ് ആവണമെങ്കിൽ n മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, ബിക്കോസ് 0 ആണെങ്കിൽ നമുക്ക് 2 പോയിൻ്റാണ് കിട്ടുക അല്ലേ. ഓർക്കണില്ല, x² ഈക്വൽ ടു 1. x² ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് എന്താ, -1 +1, 2 പോയിൻറ്റുകളാണ്. n 0 ആണെങ്കിൽ 2 പോയിൻ്റ് മാത്രമേ കിട്ടും. 2 പോയിൻ്റ് മാത്രം കിട്ടിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അത് കണക്ട് ചെയ്യുന്ന ലൈൻ അതിൻ്റെ ഉള്ളിലുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. സോ ഒരു എൻ സ്ഫിയർ കണക്റ്റർ ആണെങ്കിൽ n മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. നൗ തിയറം 2. Let S be a subset of Rn plus 1. Let it be a connected n surface in Rn plus 1. S is contained in Rn plus 1 and let it be a connected n surface in Rn plus 1. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയണം, then there exist on S exactly 2 smooth unit normal vector fields. ഒരു കണക്റ്റഡ് എൻ സർഫസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ആ എൻ സർഫസിൽ നമുക്ക് 2 സ്മൂത്ത് യൂണിറ്റ് നോർമൽ വെക്റ്റർ ഫീൽഡ്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റുമെന്ന് പറയണം. 2 സ്മൂത്ത് യൂണിറ്റ് നോർമൽ വെക്റ്റർ ഫീൽഡ്സ്, 2 സ്മൂത്ത് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ വെക്റ്റർ ഫീൽഡ് എന്നൊരു ഫംഗ്ഷൻ അറിയാമല്ലോ, ആ ഫംഗ്ഷൻ്റെ എല്ലാ ഡെറിവേറ്റീവ്സ് ഓഫ് ഓൾ ഓർഡേഴ്സ് എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യണം, എല്ലാം കണ്ടിന്യൂസ് ആവുകയും ചെയ്യണം. സോ സ്മൂത്ത് ആവണം. പിന്നെ യൂണിറ്റ് നോർമൽ ആയിരിക്കണം. അപ്പോൾ ആ വെക്റ്റർ ഫീൽഡിലെ എല്ലാ വെക്ടറിൻ്റെയും ലെങ്ത്ത് യൂണിറ്റ് 1 ആയിരിക്കണം. സോ യൂണിറ്റ് വെക്റ്റർ ആയിരിക്കണം, നോർമൽ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഏതൊരു പോയിൻ്റ് എടുത്താലും ആ പോയിൻറ്റിലെ ടാൻജൻറ്റ് സ്പേസിന് നോർമലായിട്ട് നിൽക്കണം എല്ലാ വെക്ടേഴ്സും. സോ ഈ 3 കണ്ടീഷൻസ്, സ്മൂത്തും യൂണിറ്റ് ലെങ്ത്തുള്ള നോർമൽ വെക്ടേഴ്സ് എത്ര രീതിയിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ 2 രീതിയിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. എവിടെ? ഓൺ എ കണക്റ്റഡ് എൻ സർഫസ്. ഓക്കെ, അത് n1 ഉം n2 ആണെന്നും, അതിൽ n2 എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല n1 നെഗറ്റീവ് ആണെന്നുമാണ് നമുക്ക് കാണിക്കേണ്ടത്. ഓക്കെ, ഞാൻ ചെറിയൊരു ഐഡിയ തരാം എന്താണ് അതോട് ഉദ്ദേശിക്കുന്നത്. അതിന് ശേഷം നമുക്ക് പ്രൂഫിലേക്ക് പോകാം. നോക്കുക, സപ്പോസ് നമുക്ക് ഒരു കർവിലാണ് പറയുന്നത് വിചാരിക്കുക. ഒരു കർവിൽ നമുക്ക് ഒരു പോയിന്റിൽ നോർമൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ വരിക, ഈ പോയിന്റിലെ ടാൻജൻറ്റ് വെക്ടറിന് ഒരു പോയിൻ്റ് എടുക്കുക, ഈ കർവ് എടുത്തു, കർവിൽ ഒരു പോയിൻ്റ് എടുത്തു, ആ പോയിന്റിൽ ടാൻജൻറ്റ് വെക്ടറിന് പെർപെൻഡിക്കുലർ നോർമൽ. അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, എല്ലാ പോയിന്റിലെയും ഇതുപോലെ തന്നെ നോർമൽ വരയ്ക്കുവാണെങ്കിൽ നമുക്ക് എങ്ങനെ വരും, നമുക്ക് എങ്ങനെ വരും നോക്കൂ, ഇങ്ങനെ ഒരു കർവാണെങ്കിൽ ഈ പോയിന്റിൽ ഇങ്ങനെ വരും, ഇവിടെ നമുക്ക് ഇങ്ങനെ വരും, ഈ പോയിന്റിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വരും അല്ലേ, ഇവിടെ നമുക്ക് ഇങ്ങനെ വരും, ഇവിടെയാണെങ്കിൽ നോർമൽ ഇങ്ങനെ വരും, ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എല്ലാ പോയിന്റിലും നോർമൽ വെക്ടേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒന്നുകിൽ ഇങ്ങനെ വരാം, അല്ലെങ്കിലോ ഇങ്ങനെ വരയ്ക്കുന്ന ടാൻജൻറ്റ് വെക്ടറിന് താഴത്തേക്ക് വരച്ചാലും എന്താണത്, പെർപെൻഡിക്കുലർ ആണല്ലോ. ആദ്യം വരച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനില്ല, അതുകൊണ്ടാണ് മൈനസ് എന്ന് വിളിക്കുന്നത്. ഇത് രണ്ടുമാണ് നമുക്ക് പോസിബിളായിട്ട് പെട്ടെന്ന്, ഇതാണ് അവർ പറയാൻ അവിടെ ഉദ്ദേശിക്കുന്നത്. ബാക്കി നമുക്ക് നോക്കാം എന്താ പറയുന്നതെന്ന്. ഓക്കെ, so let f from u to r and c belong to r such that s is equal to f inverse of c and del f of p is equal to, it's not equal to 0 for every p belong to s. ഇതൊക്കെ പറയാൻ കാരണം എന്താ, s is an n surface ആണെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് there exists a function f from u to r where u subset of rn plus 1, c belong to r and s is equal to f inverse of c and del f of p not equal to 0 for any p coming from s. ഇത്രയും കാര്യം ഇവിടെ ഉണ്ട്. ഞാൻ ഡിഫൈൻ n1 of p നമുക്ക് ഡിഫൈൻ ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ n1 of p ഡിഫൈൻ ചെയ്യണേ? നമുക്ക് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലുള്ള ഒരു വെക്ടർ നമുക്കറിയാം, അതായത് del f ആ. ഒരു പോയിന്റ് പി എടുത്താൽ ആ പോയിന്റിൽ del f എപ്പോഴും അതിന് ടാൻജൻറ്റ് സ്പേസിന് പെർപെൻഡിക്കുലറായി നമുക്കറിയാം. സോ നമുക്ക് ഒരു എന്താ പറയുക, നോർമൽ വെക്ടർ ഉറപ്പായിട്ട് നമുക്കറിയാം. നമുക്ക് വേണ്ടത് എന്താ, അതിനെ യൂണിറ്റ് ആക്കണം. അതിന് യൂണിറ്റ് ആക്കാൻ ചെയ്യേണ്ടത് അത്രയേ ഉള്ളൂ, ആ വെക്ടറിനെ അതിൻ്റെ മോഡുലസ് വെച്ച് അതിൻ്റെ ലെങ്ത് വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, യൂണിറ്റ് നോർമലായി. പിന്നെ del f എന്നുള്ള വെക്ടർ ഓട്ടോമാറ്റിക്കലി എന്താണ്, അതൊരു സ്മൂത്ത് വെക്ടർ ഫീൽഡ് ആണെന്ന് നമുക്കറിയാം, സ്മൂത്ത് ആണെന്ന് നമുക്കറിയാം del f എന്നുള്ള ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ പണി നമുക്ക് എളുപ്പമായി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണു, n1 of p നമ്മൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യണു. n1 of p is equal to del f of p divided by norm of del f of p for every p belong to s. എഫ് സ്മൂത്താണ്, സോ del f സ്മൂത്താണ്, അതുകൊണ്ട്
എൻ സ്മൂത്താണ്, ഡെൽ എഫ് സ്മൂത്ത് ആണെങ്കിൽ താഴെ വരുന്ന ആ പടം ഒരു കോൺസ്റ്റൻ്റ് അല്ലേ, ലെങ്ത് ആണല്ലോ നമ്മൾ ഡിവൈഡ് ചെയ്തത്. കോൺസ്റ്റൻ്റ് ആകുമ്പോൾ ഡെൽ എഫ് നമ്മൾ എഫ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റിൻ്റെ എഫ് ഡിഫറൻഷ്യബിൾ ആവുമല്ലോ, എത്രയേ ഉള്ളൂ ഇവിടെ ആ കാര്യം തന്നെ ഇവിടെയും വരുന്നുള്ളൂ. അതുകൊണ്ട് N1 ഓഫ് പി ഇപ്പം എന്തായി, ഒരു സ്മൂത്തായി, യൂണിറ്റായി, നോർമൽ വെക്ടറായി, അങ്ങനെ എല്ലാ പോയിന്റും നമുക്ക് കിട്ടും. അപ്പോൾ N1 ഓഫ് പി ഈസ് പക്ക ഡിഫൈൻഡ്. സോ ദെൻ N1 ഓഫ് പി ഹാസ് all the required properties. ഇനി N2 ഓഫ് പി എന്താ പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് ഈസ് മൈനസ് N1 ഓഫ് പി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ടേക്ക് ദ നെഗറ്റീവ്. സോ മൈനസ് N ഓഫ് പി ഇസ് മൈനസ് ഓഫ് ഡെൽ എഫ് ഓഫ് പി കോമ നോം ഡെൽ എഫ് ഓഫ് പി. നമുക്കൊരു കാര്യം കാണിക്കണം, ഇതിന് ഈ രണ്ട് പോസിബിലിറ്റി ഉള്ളൂ എന്ന് കൂടെ കാണിക്കണം. എക്സാക്ട്ലി രണ്ട് സ്മൂത്ത് യൂണിറ്റ് നോർമൽ വെക്ടർ ഫീൽഡ്സേ ഉള്ളൂ. അത് കാണിക്കാൻ എന്ത് ചെയ്യണം, സപ്പോസ് മൂന്നാമത് ഒരു വെക്ടർ ഫീൽഡ് ഉണ്ടെങ്കിൽ അത് ഇതിലേതെങ്കിലും ഒരെണ്ണം ആവേണ്ട വരും അല്ലേ, അപ്പോഴല്ലേ ഇത് നമുക്ക് വേറെ ഒന്നും ഉണ്ടാവില്ല പറയാൻ പറ്റുള്ളൂ. അതാണ് അടുത്ത് കാണിക്കേണ്ടാവുക. So okay, to show that there are exactly two vector fields, if possible let n3 be an other unit normal vector field on S. n3 എസ്സിലുള്ള വേറൊരു യൂണിറ്റ് നോർമൽ വെക്ടർ ഫീൽഡ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നോർമലാണെങ്കിൽ അതിനർത്ഥം എന്താ, n1 നോർമൽ വെക്ടർ ഫീൽഡാണ് അല്ലേ, n3യും ഇപ്പം നോർമലാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ നോർമൽ എന്ന് പറഞ്ഞാൽ ഡെൽ എഫ് ഓഫ് പി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷനിൽ കിടക്കണം അല്ലേ. കാരണം നമ്മൾ പഠിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, ഒരു Rn+1 കാര്യം പറയുവാണെങ്കിൽ അതിൽ n ഡയമെൻഷൻസും എവിടെയാണ്, ടാൻജൻറ്റ് സ്പേസാണ്, SP ആണ്. ഡെൽ എഫിൻ്റെ പെർപെൻഡിക്കുലർ സ്പേസ് ആണ് n ഡയമെൻഷൻ കിടക്കുന്നുണ്ടാവുക. ബാക്കി ഒരെണ്ണമാണ് ഡെൽ എഫിൻ്റെ ഡയറക്ഷൻ കിടക്കുന്നുണ്ടാവുക, ഒരു ഡയമെൻഷൻ. അപ്പോൾ n ഡയമെൻഷൻസ് എവിടെയാണ്, ടാൻജൻറ്റ് സ്പേസ് ആയിട്ടുള്ള SP-യിലാണ് കിടക്കുന്നുണ്ടാവുക. സിംഗിൾ ഡയമെൻഷനാണ് ആര്, ഡെൽ എഫിൻ്റെ ഡയറക്ഷൻ. സോ ഡെൽ എഫ് നോർമലാണ്. ആ ഡെൽ എഫിന്ന് ആ നോർമലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ നമ്മൾ സ്കെയിൽ ചെയ്തിട്ടാണ് N1 ഉണ്ടാക്കിയേക്കുന്നത്. സോ N1 നോർമലാണ്, N3യും നോർമലാണ് എന്ന് പറഞ്ഞാൽ അത് N1ൻ്റെ ഡയറക്ഷനിലുള്ള വെക്ടർ തന്നെ ആവണം. N1ൻ്റെ ഡയറക്ഷനിലുള്ള വെക്ടറാണ് N3 എങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, വൺ ഡയമെൻഷണൽ സ്പേസാണ് അത്. അതുകൊണ്ട് നമുക്ക് N3നെ N1 വെച്ച് സ്പാൻ ചെയ്യാൻ പറ്റണം. കാരണം വൺ ഡയമെൻഷണൽ സ്പേസ് ആകുമ്പോൾ ഒരു നോൺ സീറോ ക്വാണ്ടിറ്റി കിട്ടിയാൽ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റണം, എൻറ്റയർ സ്പേസ് സ്പാൻ ചെയ്യാൻ പറ്റണം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോ വി ക്യാൻ റൈറ്റ് n3 ഓഫ് പി ഈസ് ഈക്വൽ ടു സം g ഓഫ് പി ഇൻറ്റു n1 ഓഫ് പി, വെർ g ഈസ് എ ഫംഗ്ഷൻ ഫ്രം S to R. നമുക്ക് എന്ത് കാണിക്കണം, ഇതൊരു കോൺസ്റ്റൻ്റ് ആണെന്നോ അല്ലെങ്കിൽ നമുക്ക് 1 അല്ലെങ്കിൽ -1 നമുക്ക് കാണിക്കാൻ ശ്രമിക്കാം. കാരണം ശരിക്കും നമുക്ക് n3 ഓഫ് പി കിട്ടുക എന്താ, നമുക്ക് കാണിക്കാം g ഓഫ് പി 1 ആണെങ്കിൽ n3 ഓഫ് പി ഈസ് ഈക്വൽ n1 ഓഫ് പി കിട്ടി. g ഓഫ് പി -1 ആണെങ്കിൽ n3 ഓഫ് പി ഈസ് ഈക്വൽ ടു -n1 ഓഫ് പി ആയി, അത് n2 ഓഫ് പി ആണ്. ഇത് നമുക്ക് കാണിക്കേണ്ടത് g ഓഫ് പി ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ -1 ആണ് കാണിക്കേണ്ടത്. ഓക്കെ, നൗ n3 ഓഫ് പി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇക്വേഷനിൽ രണ്ട് സൈഡിൽ n3 ഓഫ് പി കൊണ്ട് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. സോ n3 ഓഫ് പി ഡോട്ട് n3 ഓഫ് പി ഈസ് ഈക്വൽ ടു g ഓഫ് പി ഡോട്ട് n1 ഓഫ് പി ഡോട്ട് n3 ഓഫ് പി. ഓക്കെ, ഇനി സിൻസ് n1 ഓഫ് പി ആൻഡ് n3 ഓഫ് പി ആർ ബോത്ത് യൂണിറ്റ് വെക്ടേഴ്സ്, രണ്ടും യൂണിറ്റ് വെക്ടേഴ്സ് ആണല്ലേ, n1ഉം n3 ഒക്കെ രണ്ടും എന്താ, യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ഹാവ് g ഓഫ് പി ഈസ് ഈക്വൽ +or-1 ഓൺ S ഫോർ എവറി p ബിലോങ് ടു S. ഓക്കെ, അത് നമ്മളെങ്ങനെയാണ് പറയാൻ പറ്റുന്നത് ആലോചിച്ച് നോക്കും. അപ്പോൾ കാരണം നമുക്കിപ്പോൾ ഇവിടെ വേറെ ഒരു കോൺസ്റ്റൻറ്റും കൊടുക്കാൻ പറ്റില്ല അല്ലേ, കാരണം മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ രണ്ട് സൈഡിന് മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നോക്കാം, ലെറ്റ് സി. ഇവിടെ നമ്മളിപ്പോൾ മോഡുലസ് എടുത്ത് വിചാരിക്കൂ, രണ്ട് സൈഡിലും ഇങ്ങനെയൊക്കെ എടുത്ത് വിചാരിക്കൂ, എന്നിട്ട് മോഡുലസ് ഓരോന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, RHSൽ LHS നമുക്ക് 1 കിട്ടും. RHSൽ n1 നോം 1 ആണ്, n3 നോം 1 ആണ്, അത് രണ്ടും 1 ആവും. പിന്നെ g ഓഫ് പിയുടെ നോം 1 കിട്ടും. g ഓഫ് പിയുടെ നോം 1 പറഞ്ഞാൽ അതിന് രണ്ട് പോസിബിലിറ്റി ഉള്ളൂ, ഒന്നുകിൽ +1 അല്ലെങ്കിൽ -1 ആവണം, അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, സോ +1 ആണ് വിചാരിക്കുക. സോ മാത്രമല്ല g ഒരു സ്മൂത്ത് ആണെന്നും ഫംഗ്ഷനൊക്കെ പറഞ്ഞു, ഇപ്പോൾ കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്, കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനൊക്കെ പറഞ്ഞു. സോ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആവണം. ആ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷന് +1 -1 എന്ന് പറഞ്ഞാൽ നടക്കില്ല, രണ്ട് കാര്യം ഒരുമിച്ച് എടുക്കാൻ പറ്റില്ല അല്ലേ. g ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്, സ്മൂത്ത് ഫംഗ്ഷൻ ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാല്യൂ എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ g is either 1 or it is -1. If g is 1 then n3 of p is equal to n1 of p, and if g is -1 then n3 of p is equal to -n1 of p, that is equal to n2 of p. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിത് പറഞ്ഞ വേറൊരു യൂണിറ്റ് നോർമൽ വെക്ടർ ഫീൽഡ് ഉണ്ട്, n3 എടുക്കുകയാണെങ്കിൽ അതിന് രണ്ട് പോസിബിലിറ്റി ഉള്ളൂ, ഒന്നുകിൽ അത് n1 ആയിരിക്കും അല്ലെങ്കിൽ അത് n2 ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ അടുത്ത ഡെഫിനിഷൻ നോക്കൂ. എ സ്മൂത്ത് യൂണിറ്റ് നോർമൽ വെക്ടർ ഫീൽഡ് ഇൻ ആൻ n സർഫസ് S in Rn+1 is called ഓറിയൻറ്റേഷൻ ഓൺ S. എന്താണ് ഓറിയൻറ്റേഷൻ?
എസ് എന്ന് പറഞ്ഞ എൻ സർഫസിൽ ഒരു ഓറിയൻറ്റേഷൻ എന്താണ്? എ സ്മൂത്ത് യൂണിറ്റ് നോർമൽ വെക്റ്റർ ഫീൽഡ് ഇൻ എൻ എൻ സർഫസ്. അപ്പോൾ നമുക്ക് ഒരു സർഫസ് ഉണ്ട് വിചാരിക്കുക. സപ്പോസ് നമുക്കൊരു ബോളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് ഓറിയൻറ്റേഷൻ? ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ സർഫസിലുള്ള ഒരു യൂണിറ്റ് സ്മൂത്ത് യൂണിറ്റ് നോർമൽ വെക്റ്റർ ഫീൽഡ്. സ്മൂത്ത് ആയിട്ടുള്ള യൂണിറ്റ് നോർമൽ വെക്റ്റർ ഫീൽഡ് ഈ സർഫസിലുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓറിയൻറ്റേഷൻ എന്ന്. എന്തുകൊണ്ടാണ് ഓറിയൻറ്റേഷൻ എന്ന് വിളിക്കുന്നതെന്ന് കൂടെ ഞാൻ ചെറുതായിട്ട് പറഞ്ഞുതരാം. നോക്കൂ, എപ്പോഴാണ് നമ്മൾ ഓറിയൻറ്റഡ് ആവാമെന്ന് പറയാം? നമ്മളിപ്പോൾ ഒരു കർവ് ഉണ്ടെങ്കിൽ നമ്മളെന്ത് പറയും? ഇത് കുറച്ച് വലത്തേക്ക് ചെരിയണു, കുറച്ച് ഇടത്തേക്ക് ചെരിയണു, നമുക്ക് ഒരു റൈറ്റിക്ക് ഓറിയൻറ്റഡ് ആണ്, ലെഫ്റ്റിക്ക് ഓറിയൻറ്റഡ് ആണെന്ന് തുടങ്ങിയപ്പോൾ അതൊക്കെ ഉപയോഗിക്കുമല്ലോ. അത് നമുക്ക് ഇവിടുന്ന് പറയാൻ പറ്റും. കാരണം എന്താ, ഇങ്ങനെ ഒരു സർഫസ് കിട്ടിക്കില്ല. ഓരോ പോയിന്റ് നമുക്ക് കിട്ടും, നമുക്ക് നോർമൽ കിട്ടും. ഓരോ പോയിന്റിലും കിട്ടുന്ന നോർമൽ അനുസരിച്ച് നമുക്ക് എന്തായിരിക്കും അതിന് ഷേപ്പ് പറയാൻ പറ്റും അല്ലേ? ഈ പോയിന്റിലൊക്കെ ഇങ്ങനെ നോർമൽ നിൽക്കുന്നു, ഇവിടെ നമുക്ക് ഇങ്ങനെ നോർമൽ നിൽക്കുന്നു. സോ നോർമൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കർവ് അല്ലെങ്കിൽ ആ സർഫസിൻ്റെ എങ്ങോട്ടാണ് ഓറിയൻറ്റഡ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ യൂണിറ്റ് നോർമൽ വെക്റ്റർ ഫീൽഡ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടി? ഓറിയൻറ്റേഷൻ കിട്ടി എന്ന് പറയാൻ പറ്റും. മനസ്സിലായി? അതുകൊണ്ട് നമ്മൾ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഫ്രം ദ അബവ് തിയറം ഫോർ വിച്ച് കണക്റ്റഡ് എൻ സർഫസ് ഇൻ Rn+1, ഫോർ ഈച്ച് കണക്റ്റഡ് എൻ സർഫസ് ഇൻ Rn+1 ദർ ഇസ് എക്സാക്ട്ലി 2 ഓറിയൻറ്റേഷൻസ്. 2 ഓറിയൻറ്റേഷൻസ് പോസിബിൾ ആണ് അല്ലേ? ഒന്ന് പ്ലസ് ആവാം, അല്ലെങ്കിൽ മറ്റേത് താഴ്ത്തിക്കാവാം. ഏത് വേണമെങ്കിലും, പക്ഷേ ഒരെണ്ണം ചൂസ് ചെയ്യണമെന്ന് മാത്രം. പോസിറ്റീവാണ് ചൂസ് ചെയ്യുക, എപ്പോഴും പോസിറ്റീവ് ചൂസ് ചെയ്യുക. നെഗറ്റീവാണ് എപ്പോഴും നെഗറ്റീവ് ചൂസ് ചെയ്യാം. ഓക്കെ, ഒരു കൗണ്ടർ എക്സാമ്പിൾ പോലെ പറയുന്നുണ്ട്. ബട്ട് ദർ ആർ കണക്റ്റഡ് സബ്സെറ്റ്സ് ഓഫ് Rn+1 ദാറ്റ് ഈസ് നോ ഓറിയൻറ്റേഷൻ. ഓക്കെ, ഒരു കണക്റ്റഡ് സബ്സെറ്റ് ഉണ്ട്, ഓറിയൻറ്റബിൾ അല്ലാത്തതുണ്ട്. അതിന് ഒരു എക്സാമ്പിളാണ് മൊബിയസ് സ്ട്രിപ്പ്. എല്ലാവരും യൂട്യൂബിൽ മൊബിയസ് സ്ട്രിപ്പ് എന്താണെന്ന് ഒന്ന് നോക്കുക. എന്തുകൊണ്ടത് ഓറിയൻറ്റബിൾ അല്ല എന്ന് വെറുതെ അടിച്ചു നോക്കുക. കാരണം നമുക്ക് മൊബിയസ് സ്ട്രിപ്പ് ഇപ്പോൾ ക്ലാസ്സിലാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കാണിച്ചു തരാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒരു സ്ട്രിപ്പ് എടുക്കുക, ഞാൻ എൻ്റെ ഉണ്ടാക്കുന്ന രീതി പറഞ്ഞുതരാം. ഒരു സ്ട്രിപ്പ് എടുക്കുക. സ്ട്രിപ്പ് എടുത്തിട്ട് ഇവിടെ എ കൊടുക്കുക, ഇവിടെ ബി കൊടുക്കുക, സി കൊടുക്കുക, ഡി കൊടുക്കുക. ഈ സ്ട്രിപ്പിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇതേപോലെ തന്നെ കൊടുക്കുക. എയുടെ ബാക്കിൽ എ, ബിയുടെ ബാക്കിൽ ബി, സിയുടെ ബാക്കിൽ സി, ഡിയുടെ ബാക്കിൽ ഡി കൊടുക്കുക. എന്നിട്ട് ഈ ഭാഗം ഇവിടെ ഫിക്സ് ചെയ്തിട്ട് ഈ സി ഡി എന്നുള്ള ഭാഗം ഒന്ന് ഫ്ലിപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒന്ന് മടങ്ങി കിട്ടും. ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടുക. ഓക്കെ, ഇങ്ങനെ നമ്മളൊന്ന് ഫ്ലിപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്താ, ഇവിടെ ഡിയും വരും അല്ലേ? ഇവിടെ സി ഇങ്ങനെ തന്നെ കിട്ടുന്നുണ്ടാവും. ഇവിടെ നമുക്ക് എയും ഉണ്ട്, ഇവിടെ ബി ഉണ്ട്. ഇനി എന്ത് ചെയ്യുക? ഡീനെ കൊണ്ട് എയിൽ ഒട്ടിക്കുക, ബീനെ കൊണ്ട് സിയിൽ ഒട്ടിക്കുക, സീനെ കൊണ്ട് ബിയിൽ ഒട്ടിക്കുക. അപ്പോൾ ഒന്ന് ട്വിസ്റ്റ് ചെയ്തൊരു കർവ് കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു പേപ്പറാണ് നമ്മളിപ്പോൾ ട്വിസ്റ്റ് ചെയ്ത് ഒട്ടിച്ചേക്കണേ. ഇതിൻ്റെ നടുക്കിലൂടെ ഒരു ലൈൻ ഇങ്ങനെ വരച്ച് പോവുകയും ചെയ്യണം. ആ ലൈൻ്റെ പേരാണ് സെൻട്രൽ സർക്കിൾ ഓഫ് എ മൊബിയസ് സ്ട്രിപ്പ്. ഒട്ടിച്ചതിന് ശേഷം വരച്ചാലും മതി കേട്ടോ. സെൻട്രൽ സർക്കിൾ ഓഫ് എ മൊബിയസ് സ്ട്രിപ്പ് എന്ന് പറയും. ഓക്കെ, ഇനി നമ്മൾ ഈ സെൻട്രൽ സർക്കിളോട് എന്ത് ചെയ്യുക? നമ്മൾ ഇപ്പോൾ മോളിലേക്കാണ്, പോസിറ്റീവായിട്ട് മോളിലേക്കാണ് നമ്മളിപ്പോൾ നോർമൽ ഇങ്ങനെ നമ്മൾ എന്താ പറയുക, നമ്മുടെ യൂണിറ്റ് നോർമൽ വരയ്ക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെ നമ്മൾ വരച്ച് സെൻട്രൽ സർക്കിൾ വരച്ച് പോയി ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്ത് തിരിച്ച് തുടങ്ങിയോടത്ത് വരുമ്പോൾ, നമ്മൾ മോളിലേക്ക് നിന്നാണ് തുടങ്ങിയെങ്കിൽ അവിടെ എത്തുമ്പോൾ നിങ്ങൾ കീപ്പട്ടായിട്ടുണ്ടാവും അതിൻ്റെ ഓറിയൻറ്റേഷൻ. അപ്പോൾ ഒരു പോയിന്റിൽ തന്നെ രണ്ടും വന്നു എന്ന രീതിയിലാവും. നമുക്ക് അത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മൊബൈൽ സ്ട്രിപ്പ് ഒരിക്കലും എന്തല്ല ഓറിയൻറ്റബിൾ അല്ല എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ അവർ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. സോ ദർ ഇസ് നോ സ്മൂത്ത് വെക്റ്റർ ഫീൽഡ് ഇൻ ബി ഇഫ് യു പിക്ക് എ യൂണിറ്റ് നോർമൽ വെക്റ്റർ അറ്റ് സം പോയിന്റ് ഇൻ ദ സെൻട്രൽ സർക്കിൾ ആൻഡ് ട്രൈ ടു എക്സ്റ്റെൻഡ് ഇഫ് കണ്ടിന്യൂസ്ലി ടു എ യൂണിറ്റ് വെക്റ്റർ ഫീൽഡ് along the circle, then we can see that the normal vector is pointing in the opposite direction after going around the circle once. Okay, hence the Mobius strip is not orientable. So Mobius band orientable അല്ലെന്ന് പറയാൻ പറഞ്ഞാൽ ഈ ഒരു ഡയഗ്രാം വരയ്ക്കണം, ഈ ഒരു കാര്യം പറയുകയും ചെയ്യണം. ഇനി ഫൈൻഡ് ദ ടു ഓറിയൻറ്റേഷൻ ഓൺ എൻ എൻ സർഫസ് ഇൻ Rn+1 ഓഫ് റേഡിയസ് ആർ. റേഡിയസ് ആർ ആയിട്ടുള്ള ഒരു എൻ സ്ഫിയറിൻ്റെ രണ്ട് ഓറിയൻറ്റേഷൻ കാണാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് കാണേണ്ടത്? N1 ഓഫ് പി ആണ്, N2 ഓഫ് പി ആണ്. എങ്ങനെ N1 ഓഫ് പി ആണ്? ഡെൽ എഫ് ഓഫ് പി ബൈ നോം ഡെൽ എഫ് ഓഫ് പി. എങ്ങനത്തെ ഡെൽ എഫ് ഓഫ് പി? അത് വെക്റ്റർ ഫീൽഡ് ആണ്. സോ പി കോമ ഡെൽ എഫ്. ഡെൽ എഫ് എന്താ? ഡോ എഫ് ബൈ ഡോ എക്സ് വൺ. എൻ സർഫസ് ആകുമ്പോൾ ഓരോ വേരിയബിളിന് കറസ്പോണ്ടിങ് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കേണ്ടി വരും. സോ N2 N1 കാണണം. സോ ഡെൽ എഫ് കണ്ടുപിടിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് N1 കണ്ടുപിടിച്ചിരിക്കുന്നു. ഓക്കെ, സോ പി കോമ 2p ഡിവൈഡ് ബൈ 2 ഇൻറ്റു റൂട്ട്. ഇപ്പോൾ 2 r² r പുറത്തേക്ക് വരും. ഈ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു മിസ്റ്റേക്ക് അവർ വരുത്തിയത് നമുക്ക് നല്ലതിനാണ്. നമ്മളെപ്പോഴും വെക്റ്റർ ഫീൽഡ് എഴുതുമ്പോൾ ഇപ്പോൾ എക്സ് ഓഫ് പി നമ്മൾ എങ്ങനെ എഴുതുക? ഇറ്റ് ഇസ് പി കോമ വി എന്ന് എഴുതുക അല്ലേ? അപ്പോൾ ഇവിടുത്തെ കാണുന്ന ന്യൂമറേറ്ററിൽ കാണുന്ന ആ പി എന്ന് പറഞ്ഞ പൊസിഷൻ്റെ പി ആണ്.
പിന്നെ നമുക്ക് എന്ത് വരുന്നത് 2p ഡിവൈഡഡ് ബൈ 2r എന്ന് പറയുമ്പോൾ ഈ 2r പിക്ക് ബാധകമല്ല കേട്ടോ. അത് പോയിൻ്റ് പി, ആ പിയിലുള്ള വെക്ടർ ഏതാ 2p/2r, അപ്പോൾ p/r എന്ന് വരും. സോ ഇത് എപ്പോഴും ബി വെരി കെയർഫുൾ. ഈ മിസ്റ്റേക്ക് നല്ലതിനാണ്. ഹോൾ ഡിവൈഡ് ബൈ എഴുതരുത്, ദാറ്റ് ഈസ് എ ബിഗ് മിസ്റ്റേക്ക്. ഓക്കെ, സോ എന്ത് വരും p/r ആണ്. സോ n2 എന്താ p, -p/r. നെഗറ്റീവ് കൊടുക്കുമ്പോൾ ആദ്യത്തെ പിക്ക് കൊടുക്കരുത്, കാരണം അത് പോയിന്റ് പി, ആ പോയിന്റ് പിയിൽ തിരിഞ്ഞേക്കും, അതാണ് -p/r. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ ഡെഫിനിഷൻ, നെക്സ്റ്റ് ഡെഫിനിഷൻ, എ യൂണിറ്റ് വെക്ടർ ഇൻ Rpn+1 is called a direction at p. ഒരു പോയിന്റ് എടുത്താൽ അവിടുത്തെ യൂണിറ്റ് വെക്ടർ നമ്മൾ എന്ത് വിളിക്കും, അവിടുത്തെ ഡയറക്ഷൻ ആണെന്ന് പറയാം. ഓക്കെ, thus an orientation on an end surface S in Rn+1 can be defined as a smooth choice of normal direction at each point p belong to S. അപ്പോൾ ഒരു ഓറിയൻറ്റേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് വിളിക്കാം, വി ക്യാൻ ഡിഫൈൻ ഇറ്റ് ആസ് എ സ്മൂത്ത് ചോയ്സ് ഓഫ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരെണ്ണം കേട്ടോ, പോസിറ്റീവോ നെഗറ്റീവോ ഒരെണ്ണം നിങ്ങൾ ചൂസ് ചെയ്യാം. ഇനി വേണോ ഇൻറ്റോ ചൂസ് ചെയ്യാം. അത് ഒരെണ്ണം അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്മൂത്ത് പറ്റില്ല, കാരണം കണ്ടിന്യൂറ്റി പോകും. Defined as a smooth choice of normal direction at each point p belong to S. Okay. Now on a plane curve in R2, an orientation can be used to define a tangent direction. ഉറപ്പായിട്ടും പറ്റും. കാര്യം ഇങ്ങനെയാണ്, ഒരു പ്ലെയിൻ കർവിൽ നമുക്ക് ഒരു പ്ലെയിൻ കർവ് എടുത്തു, നമുക്ക് ഈ ഒരു പോയിന്റിൽ നമുക്ക് എന്താ പറയുക നമുക്ക് എന്ത് കിട്ടി, ഡയറക്ഷൻ കിട്ടി, അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ കിട്ടിച്ചായിരിക്കും. ഈ പോയിന്റ് ഇങ്ങനെ കിട്ടുന്ന സാധനമാണ്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ടാൻജൻറ്റ് ഡയറക്ഷൻ എങ്ങനെ പറയാൻ പറ്റും, നമുക്ക് എപ്പോഴും അറിയാം ഈ കാണുന്നത് ∇f ഡയറക്ഷനുള്ള നോർമലാണ്. ഇതിനോട് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും ആര്, ടാൻജൻറ്റ് വെക്ടർ. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്നതിനെ ഒരു പോസിറ്റീവ്, നമ്മൾ ഒരു 90 ഡിഗ്രി ഇങ്ങോട്ട് തിരിച്ചാൽ നമുക്ക് ഇങ്ങനെ സാധനം കിട്ടും. ഇതായിരിക്കും ഇവിടുത്തെ വെലോസിറ്റി വെക്ടർ അല്ലെങ്കിൽ ടാൻജൻറ്റ് വെക്ടർ. അല്ല, ഇതിനെ വേണമെങ്കിൽ ഇങ്ങോട്ട് തിരിക്കുകയാണെങ്കിൽ ഇങ്ങനെയും കിട്ടും. സോ ഇതിലേതെങ്കിലും ഒന്നായിരിക്കും എന്ത്, അവിടുത്തെ ടാൻജൻറ്റ് വെക്ടർ. സോ ടാൻജൻറ്റ് വെക്ടറിൻ്റെ ഡയറക്ഷൻ കിട്ടാൻ വളരെ എളുപ്പമാണെന്ന് പറയുന്നത്. Okay, the positive the positive tangent direction at the point P of the oriented plane curve C is the direction obtained by rotating the orientation normal direction at P through an angle -π/2, where the direction of positive rotation is counterclockwise. ഓക്കെ, സോ ക്ലോക്ക് വൈസ് എന്നുള്ളത്, ക്ലോക്ക് വൈസ് അവർ നെഗറ്റീവ് ഡയറക്ഷൻ ആയിട്ടാണ് കാണുന്നത്, നെഗറ്റീവ് ഡയറക്ഷനിൽ കാണുന്നു, മറ്റത് പോസിറ്റീവ് എന്താ പറയുക ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് കാണുന്നത് മാത്രം. സോ അതനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും, ടാൻജൻറ്റിൻ്റെ ഡയറക്ഷൻ കിട്ടുന്നത് മാത്രം. സോ നോർമൽ കിട്ടിക്കഴിഞ്ഞാൽ, ഡയറക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എന്തായി, നമുക്ക് ∇f എന്ന് പറഞ്ഞ ഒരുപാട് വാക്കുകളും പദങ്ങളും കയറി വന്നു തുടങ്ങി. അത് നോർമൽ എന്ന് പറഞ്ഞു, പിന്നെ അതേ നോർമൽ വെച്ച് എന്ത് പറഞ്ഞു, നമ്മൾ ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞു, പിന്നെ ഓറിയൻറ്റേഷനാണ് നമുക്ക് ഡയറക്ഷൻ കിട്ടാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡയറക്ഷൻ വെച്ചിട്ട് നമുക്ക് ടാൻജൻറ്റ് ഡയറക്ഷൻ കിട്ടാമെന്ന് പറഞ്ഞു. ഓക്കെ, അവിടെ വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. സോ അതാണ് ഇപ്പോൾ ഇവിടെ പടത്തിൽ വരച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, വരച്ച കാര്യം മനസ്സിലായി വിചാരിക്കണം. ഇത് നമ്മുടെ ഈ കാണുന്നത് നമ്മുടെ നോർമലാണ്. ഇതിന് നമുക്ക് എന്ത് ചെയ്തേക്കാണ്, ഒരു 90 ഡിഗ്രി ഇങ്ങോട്ട് തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിഗർ കിട്ടും. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ഓക്കെ, ഫൈൻ. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്റർ ഡീൽ ചെയ്യാം.